എന്തായാലും രാഷ്ട്രീയ എതിർ പാർട്ടികൾക്കെതിരെയാണെങ്കിൽ അത് വ്യാജ ഇമെയിലാണെങ്കിലും ഇനി അതല്ല ഇമെയിൽ പരാതി തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാതിരാത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ താമസിക്കുന്നിടത്ത് നിന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാളത്തിൽ വസിക്കുകയാണെങ്കിൽ പോലും കൂടെ അള്ളിപ്പിടിച്ച് ചെന്ന് അറസ്റ്റ് ചെയ്യാനും അക്കാര്യത്തിനകത്തൊക്കെ നമ്മുടെ പിണറായിസ്റ്റ് പോലീസിനൊക്കെ വളരെ ഉത്സാഹമാണ്. പിണറായിസ്റ്റ് സർക്കാരിനും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ ഇത് പറയാനായിട്ടുള്ള കാരണം PT കുഞ്ഞുമോന് എതിരെ വന്ന ആ ഒരു പരാതി നമുക്കറിയാം. രാഹുൽ മാക്കൂട്ട വിഷയം കത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പരാതി വന്നത്. ആ പരാതി നവംബർ 24 ഒരു സംഭവം, അല്ലെങ്കിൽ നവംബർ 24 അയച്ച പരാതി, മെയിൽ പരാതി ഡിസംബർ 8 പൊതു പബ്ലിക്കിൽ അത് അറിയുന്നത്. അതുവരെ മുഖ്യമന്ത്രി അത് അനങ്ങിയില്ല, അടയിരിക്കുന്നത് പോലെ അതവിടെ വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വിദേശ രാജ്യത്തിൽ നിന്ന് പോലും കൂടെ ഒരു പരാതി, അതും മെയിൽ പരാതി വന്നപ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി പാതിരാത്രി പോലും അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്താണെങ്കിലും ആ ഒരു വിഷയത്തിനകത്ത് സർക്കാരും പോലീസും ഇപ്പം ശരിക്കും വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. കാരണം ഇതുവരെ പരാതിക്കാരി ഇവിടെ ഇന്ത്യയിൽ പോലും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട അനേകം കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ അറസ്റ്റ് വളരെ മോശമായ രീതിയിൽ യാതൊരുവിധ നിയമ സംവിധാനവും പാലിക്കാതെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി കോടതിയൊക്കെ ശരിക്കെടുത്തിട്ട് അലക്കിയിരിക്കുന്നതും. എന്താണെങ്കിലും മുഖ്യമന്ത്രിക്കും അതിനേക്കാളെല്ലാം ഉപരി ആ രാഹുൽ മാക്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുള്ള ഉന്നത പോലീസ് സംഘത്തിനും എല്ലാം ശരിക്കും നല്ല ഒരു പണി തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് മാത്രമാണ് നമുക്കിതിൽ നിന്ന് പറയാനുള്ളത്. എന്താണെങ്കിലും ശരി, ഇതിനകത്ത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അതായത് PT കുഞ്ഞുമോനെതിരെ വന്ന പീഡന പരാതി മുഖ്യമന്ത്രി കുറേ ദിവസം അവിടെ ഒതുക്കി വെച്ച് അതിനുശേഷം അത് പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ വഴിയും മുഖ്യധാര മാധ്യമങ്ങളിലൂടെ അവർ തന്നെ അത് പുറത്തേക്ക് വിട്ടതോടുകൂടിയാണ് പിന്നെ ചർച്ചയാകുന്നത്. അതായത് നവംബർ 24 മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന മെയിൽ പരാതി ഡിസംബർ 8 അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് വരെയും ആരും അറിഞ്ഞില്ല. അതിനുശേഷമാണ് അവൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനുശേഷമാണെങ്കിൽ പോലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ അച്ചി അവർ പേര് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട്, കാരണം അവർക്ക് അതിജീവിതയുടെ ആ ഒരു ഇത് വേണ്ട, അവർ പേര് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് മനോരമയിൽ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ ഇതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതായത് അവരൊരു ഡോക്യുമെൻ്ററി സംവിധായികയാണ്, അതുപോലെ WCC കൂട്ടായ്മയിലെ അംഗമാണ്. അത്രയും വ്യക്തമായ ഐഡൻറ്റിറ്റി ഉള്ള ഒരു വ്യക്തി ഒരു പീഡന പരാതി ഒരാൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ട് മുഖ്യമന്ത്രി അത് ഒതുക്കി വെച്ചിരുന്നു എന്ന് മാത്രമല്ല, അതിനകത്ത് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞതിന് ശേഷം പോലും കൂടെ, അല്ലെങ്കിൽ പബ്ലിക് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ അത് വെളിപ്പെട്ടതിന് ശേഷം പോലും കൂടെ FIR ഇട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടെ അതിന് പോക്ക് വളരെ മെല്ലെയാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ അവരെ ഇപ്പോഴും പിന്തിരിപ്പിക്കാനാണ് പലരും, അവരുടെ പ്രവർത്തകരും അല്ലെങ്കിൽ അവരോടൊത്തുള്ളവരും ഈ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായിട്ടുള്ള PT കുഞ്ഞുമോൻ്റെ ഭാഗത്തുനിന്ന് പോലും കൂടെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വളരെ വേദനയോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ പോലും കൂടെ അവർ അത്തരം കാര്യങ്ങൾ അവരുടെ പേര് സഹിതം വെളിപ്പെടുത്തിയ ഒരു രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. എത്ര ഒരു ഏത് രീതിയിലാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരെ മറിച്ച് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ എതിർ ഭാഗത്ത് നിൽക്കുന്നവർക്കെതിരെയുള്ള ഒരു പരാതികളൊക്കെ ആണെങ്കിൽ അതൊരു നിഴൽ പരാതികളാണെങ്കിൽ പോലും അതിനെതിരെ അതിശക്തമായിട്ട് നിലപാടെടുക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് വളരെ ഉത്സാഹമാണ്. ഇവിടെ സർക്കാരും അതുപോലെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിനും വളരെ ഉത്സാഹമാണ്. അതിൻ്റെ ഒരു വേദന കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശാച്ചി എന്ന ആ ഡോക്യുമെൻ്ററി സംവിധായിക ഈ മനോരമ പത്രത്തിലൂടെ ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവിടെ എങ്ങനെയാണോ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ഇത് വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഭരണം തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തും തോന്നുന്ന രീതിയിൽ തങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ തോന്നുന്ന രീതിയിൽ മാത്രം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണ നിയമ സംവിധാനം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ്, കാരണം WCCയിൽ ഒരു മെമ്പർ കൂടിയാണെന്ന് കണക്കൂട്ടണം ഈ ആശാച്ചി എന്ന ആ ഒരു ഡോക്യുമെൻ്ററി സംവിധായിക. അവർക്ക് പോലും നീതി വളരെ അകലെയാണ് എങ്കിൽ ഇവിടെ സാധാരണക്കാർക്ക് എങ്ങനെ നീതി കിട്ടും? നേരെ മറിച്ച് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ സർക്കാരുകൾക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ വരുന്ന ഏതെങ്കിലും ഒരു നിഴൽ പരാതിയാണെങ്കിൽ പോലും കൂടെ അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഇത്തരം വിവേചനം ഒരിക്കലും പൊതുസമൂഹം അംഗീകരിച്ച് കൊടുക്കില്ല. ഇത് ഒട്ടും ശരിയല്ല, ആശാവാഹമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.